നടക്കുതാഴ സർവീസ് സഹകരണ ബാങ്ക് എല്ലാ വർഷവും നടത്തിവരാറുള്ള പ്രതിഭാ സംഗമത്തിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ നമ്മളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയവരും LSS USS വിജയികളുമായിട്ടുള്ള ബാങ്കിലെ അംഗങ്ങളുടെ മക്കളെ അനുമോദിക്കുകയും എൻഡോമെൻ്റ് വിതരണം നടത്തുന്നതിനും ഭാഗമായിട്ടുള്ള പരിപാടിയാണ് പ്രതിഭാസംഗമം. പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഒരു സഹകരണ സ്ഥാപനത്തിന് കഴിയാവുന്ന വിധത്തിലുള്ള സഹായങ്ങളെല്ലാം ബാങ്ക് നാളിതുവരെ നൽകി വരുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസ രംഗത്തുള്ള സ്ഥാപനങ്ങളുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അതേപോലെ അവരുടെ വിദ്യാഭ്യാസ പരിപോഷണ പരിപാടികളുടെ ഭാഗമായുള്ള സാമ്പത്തിക സഹായങ്ങളുമെല്ലാം അത്തരം ആവശ്യങ്ങളുമായി ബാങ്കിനെ സമീപിച്ചിട്ടുള്ള എല്ലാ സ്കൂളുകൾക്കും പൊതുനന്മ ഫണ്ടിൽ നിന്നും ബാങ്കിൻ്റെ തനത് ഫണ്ടിൽ നിന്നുമെല്ലാം സഹായം ചെയ്യുന്നതിന് വേണ്ടി ബാങ്ക് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അതോടൊപ്പം ഇടപാടുകാരുടെ മക്കളുടെ ഉന്നത വിജയികളായിട്ടുള്ള ആളുകളെ അനുമോദിക്കുന്ന പരിപാടികൾ കൂടി നടത്തി വരാറുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടിക്ക് ബാങ്കിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിജയികളായ വിദ്യാർത്ഥിനികളെയും ആദ്യമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് വടകര നഗരസഭയുടെ ചെയർപേഴ്സൺ ശ്രീമതി KP ബിന്ദുവാണ്. കഴിഞ്ഞ ഒരു 10-15 വർഷക്കാലമായി ബാങ്കിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സഹായകരമായ നിലപാടുകൾ സ്വീകരിക്കുകയും മുനിസിപ്പൽ ചെയർപേഴ്സൺ എന്ന നിലയിലും അതിനു മുന്നേ മുനിസിപ്പൽ കൗൺസിലറെന്നും വൈസ് ചെയർമാനെന്നും CDS ഭാരവാഹിയായി നിൽക്കുന്ന ഘട്ടങ്ങളിലെല്ലാം ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുകയും ബാങ്കിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയൊക്കെ ചെയ്തുകൊണ്ട് നഗരസഭയെ മെച്ചപ്പെട്ട രൂപത്തിൽ നയിക്കുന്നതോടൊപ്പം നഗരസഭയിലെ സ്ഥാപനങ്ങളെ കൂടി മെച്ചപ്പെടുത്തുന്ന ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീമതി KP ബിന്ദുവിനെ ആദരപൂർവ്വം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് മനോജ് മണിയൂരാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾ മുമ്പ് വരെ കോഴിക്കോട് ജില്ലയിലെ DDI വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് നേതൃത്വപരമായി പങ്കുവഹിച്ച സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനും പ്രഭാഷകനും എല്ലാമായിട്ടുള്ള മനോജ് സാറാണ് ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. മനോജ് സാറിനെ ഏറെ ആദരപൂർവ്വം നടക്കുതാഴ ബാങ്കിന് വേണ്ടി ഇവിടെ കൂടി എല്ലാവർക്കും വേണ്ടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൽ സംസാരിക്കുന്ന മറ്റൊരാൾ സഹകരണ വകുപ്പിലെ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ യൂണിറ്റ് ഇൻസ്പെക്ടർ ശ്രീമതി OM ബിന്ദുവാണ്. ബിന്ദു മാഡം കഴിഞ്ഞ ഏകദേശം 5-6 വർഷക്കാലമായി വടകര യൂണിറ്റിലെ ഇൻസ്പെക്ടർ എന്നുള്ള നിലക്ക് വളരെ ശ്രദ്ധേയമായ രൂപത്തിൽ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുകയും ഇടപെടുകയും വിമർശിക്കുകയും നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ഒക്കെ ചെയ്തുവന്ന് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളാണ്. ശ്രീമതി ബിന്ദു മാഡം ഈ മാസം 30-ാം തീയതി സർവീസിൽ നിന്ന് വിരമിക്കുക കൂടി ചെയ്യുകയാണ്. അതുകൊണ്ട് മിക്കവാറും നമ്മുടെ ബാങ്കിൻ്റെ ഒരു പരിപാടികളിൽ അവസാനത്തെ പരിപാടിയായിരിക്കാനാണ് സാധ്യത. അപ്പം ഏറെ സ്നേഹത്തോടെ ബിന്ദു മാഡത്തെ ഈ പരിപാടിയിലേക്ക് നമ്മുടെ ബാങ്കിന് വേണ്ടിയും ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ ആളുകൾക്കും വേണ്ടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നതിൻ്റെ ബാങ്കിൻ്റെ പ്രസിഡന്റ് M മുരളീധരൻ സാറാണ്. സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുള്ള ബാങ്കിലെ അംഗങ്ങളായിട്ടുള്ള ഇടപാടുകാരായിട്ടുള്ള രക്ഷിതാക്കൾ ഏറെ പേര് ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാം ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബാങ്കിൻ്റെ ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ തുടങ്ങി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മാധ്യമപ്രവർത്തകരുൾപ്പെടെയുള്ള എല്ലാ സുഹൃത്തുക്കളെയും ഈ ചടങ്ങിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ബാങ്ക് പ്രസിഡന്റ് M മുരളീധരൻ സാറിനോട് അഭ്യർത്ഥിക്കുന്നു. നടക്കുതാഴ സഹകരണ ബാങ്ക് എല്ലാ വർഷവും ഇത്തരത്തിലുള്ള പരിപാടികൾ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത മാർക്ക് വാങ്ങി ആ വിദ്യാർത്ഥിനികളെ അനുമോദിക്കാനുള്ള പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നും ഇത്തരത്തിലുള്ളൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല നടക്കുതാഴ ബാങ്ക് മറ്റുള്ള ആരോഗ്യരംഗത്തായാലും മറ്റ് കാർഷിക രംഗത്തായാലൊക്കെ തന്നെ സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ട്
ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വിധത്തിലുള്ള പല സംരംഭങ്ങളും ഏറ്റെടുത്ത് നടത്തി വരികയാണ്. ഞങ്ങൾ നടക്കുന്ന സാറിൻ്റെ ബാങ്കിൻ്റെ ആഭിമുഖ്യത്തിൽ തന്നെ നല്ലൊരു ലാബ് ഞങ്ങളുടെ ഹെഡ് ഓഫീസിൻ്റെ സമീപത്തായിട്ട് നടത്തി വരുന്നുണ്ട്. അവിടങ്ങളൊക്കെ തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന വിധത്തിലുള്ള സേവനങ്ങൾ നടത്തി വരുന്നത്. അതുപോലെ തന്നെ നീതി മെഡിക്കൽസ്, 2 നീതി മെഡിക്കൽസ് കോൺവെൻറ്റ് റോഡിലും അതേപോലെ തന്നെ ആസ്പത്രി പരിസരത്തും 2 നീതി മെഡിക്കൽസും അവിടങ്ങളിലൊക്കെ തന്നെ കുറഞ്ഞ ചിലവിൽ ഒരു 10% 40% വരെ വിലക്കുറവിൽ മരുന്നുകളൊക്കെ നൽകിക്കൊണ്ട് ഉള്ള അത്തരത്തിലൊരു സേവനവും നടത്തി വരുന്നുണ്ട്. കൂടാതെ കാർഷിക രംഗത്താണെങ്കിൽ കുറുമ്പയിൽ കാർഷിക നഴ്സറിയും അതുപോലെ മണിയൂരിൽ പ്രവർത്തിക്കുന്ന ഹൈടെക് ഫാം ഒക്കെ തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നടീൽ വസ്തുക്കളൊക്കെ തന്നെ വളമായാലും മറ്റു നടീൽ വസ്തുക്കളായൊക്കെ തന്നെ ജനങ്ങൾ എത്തിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നടത്തി വരുന്നത്. അതിൻ്റെ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സംഘടിപ്പിക്കുന്ന ഈ പരിപാടി എന്തുകൊണ്ട്, കാരണം വിദ്യാർത്ഥിനികളെ നല്ല ഉയർന്ന മാർക്ക് വാങ്ങി നിൽക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് അവർക്കൊരു അഭിനന്ദനം നടത്തണമെന്നുള്ള ബാങ്കിൻ്റെ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ഈ വർഷവും ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ചതിൽ. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സണായിട്ടുള്ള ബിന്ദു മാഡമായിരുന്നു. ബിന്ദു മാഡത്തെപ്പറ്റി കൂടുതലായിട്ട് ഒരു പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. പരിമിതമായ റിസോഴ്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ നഗരസഭയെ ഏറ്റവും നല്ല രീതിയിൽ, കാരണം കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് വടകര മുനിസിപ്പാലിറ്റി. ആ മുനിസിപ്പാലിറ്റിയെ നല്ല രീതിയിൽ നേതൃത്വപരമായിട്ട് കൊണ്ടുപോകുന്നതിൽ ഏറെ പങ്കുവഹിക്കുന്ന ബിന്ദു മേഡത്തെ ഈ ഉദ്ഘാടനത്തിന് കിട്ടിയ അതിയായ സന്തോഷം ഞങ്ങൾ പങ്കുവെക്കുകയാണ്. കൂടുതലായിട്ടൊന്നും ഇതിനെപ്പറ്റി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ബിന്ദു മേഡത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് ക്ഷണിച്ചുകൊള്ളുകയാണ്. ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിക്കുന്ന നമുക്ക് കോഴിക്കോട് ജില്ലയിൽ തന്നെ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയൊരു സ്ഥാപനം എന്നുള്ള രീതിയിലേക്ക് നടക്കുതാഴ ബാങ്കിങ് പ്രവർത്തനത്തോടൊപ്പം തന്നെ ബാങ്കിങ് ഇതര പ്രവർത്തനങ്ങളും നടന്നു വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിനൊക്കെ തന്നെ പങ്കുവഹിച്ച ആളുകൾ തന്നെയാണ് ഈ സദസ്സിലിരിക്കുന്നത്. അപ്പോൾ അവരിപ്പം SSLC ആയാലും +2 ആയാലും ULSS ആയാലും USS ആയാലും വിജയിച്ച കുട്ടികൾക്ക് പ്രോത്സാഹനം എന്നുള്ള രീതിയിലേക്ക് പ്രതിഭാസംഗമം നടത്തുമ്പോൾ നിങ്ങൾക്ക് പിറകെ നിൽക്കുന്ന ആളുകൾക്കുള്ളൊരു പ്രചോദനം ആയിട്ട് കൂടെയാണ് ഇത്തരത്തിലേക്കുള്ള സംഗമ പരിപാടികൾ നടത്തി വരുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ഒരു വർഷത്തെ ചിട്ടയായ പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വലിയൊരു SSLC +2 എന്നുള്ളൊരു കടമ്പ, മുന്നിലേക്കുള്ള ഏറ്റവും വലിയ പരീക്ഷ എന്ന് നമ്മളെല്ലാം കരുതിയിരിക്കുന്ന SSLC ആയാലും +2 ആയാലും ആ 2 പരീക്ഷകളിലും A+ നേടിയ കുട്ടികളാണ് എൻ്റെ മുമ്പിലേക്ക് ഇരിക്കുന്നത്. അവരുടെ രക്ഷിതാക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ പാഠപുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളും നിങ്ങൾ അധ്യാപകന്മാർ പകർന്നു നൽകുന്ന അറിവുകളും വെച്ചുകൊണ്ട് ഒരു A+ നിങ്ങൾ കരസ്ഥമാക്കുമ്പോൾ ജീവിതമാകുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് കിട്ടേണ്ട A+ നമുക്ക് കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ കിട്ടുമോ എന്നുള്ളൊരു പരിശോധനയും കൂടെ നടത്തണം. കാരണം നമ്മൾ ഈ വർഷം ഈ പുതിയൊരു അക്കാദമിക് ഇയർ ആരംഭിച്ചത് തന്നെ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളും അടിസ്ഥാന സൗകര്യങ്ങൾ ഏറെ മെച്ചപ്പെട്ട രീതിയിലേക്ക് സർക്കാർ സ്കൂളുകൾക്ക് സർക്കാർ ഫണ്ടുകൾ കൊടുത്തുകൊണ്ടും മറ്റല്ലാത്ത സ്കൂളുകളിലേക്ക് മാനേജ്മെൻറ്റിൻ്റെ സഹായത്തോടുകൂടെയും PTA സഹായത്തോടുകൂടെയും ആ നാട്ടിൽ പ്രവർത്തിക്കുന്ന നാട്ടുകാരുടെയൊക്കെ തന്നെ സഹായത്താൽ സ്കൂളുകളിൽ മതിയായ രീതിയിലേക്കുള്ള ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിച്ചതോടൊപ്പം അക്കാദമിക നിലവാരം ഉയർത്താൻ വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഏറ്റവും നല്ല ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി ഇന്ന് മാറി വന്ന വിദ്യാകിരണത്തിലൂടെ തന്നെ നമുക്ക് ഏറ്റവും നല്ല ഒരു വിദ്യാഭ്യാസം നമ്മളെ കുട്ടികൾക്ക് കിട്ടണമെന്നുള്ള രീതിയിലേക്ക് സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് സംസ്ഥാനത്തെ എല്ലാ പ്രാദേശിക സർക്കാരുകളും മുമ്പോട്ടേക്ക് പോയിക്കുന്നു. ഇവിടെ
പല മേഖലകളിൽ അല്ലെങ്കിൽ പല പഞ്ചായത്തുകളിൽ നിന്ന് മുനിസിപ്പാലിറ്റിക്ക് അപ്പുറത്തേക്കുള്ള കുട്ടികൾ കൂടെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം പഞ്ചായത്തുകളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സഹായങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കും അറിയാം, നിങ്ങളുടെ സ്കൂൾ അധികാരികൾക്കും അറിയാം. ആ രീതിയിലേക്കുള്ള സഹായങ്ങളൊക്കെ തന്നെ നൽകി വരുന്നത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് പൊതുവിദ്യാലയങ്ങളിൽ ചേർന്ന് പഠിക്കുന്ന കുട്ടികൾക്കാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതും അതുതന്നെയാണ്. പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന ലക്ഷ്യത്തോടു കൂടെ തന്നെയാണ് നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക താല്പര്യത്തോടു കൂടെ തന്നെ ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുന്ന പ്രവർത്തനമാണ് നടത്തിയിരുന്നത്. ആ ഒരു സമയത്താണ് ഈ പ്രാവശ്യം നമുക്ക് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, പാഠപുസ്തകത്തിൽ നിന്നിട്ട് കിട്ടുന്ന അറിവും അധ്യാപകന്മാർ പകർന്നു നൽകുന്ന അറിവിനേക്കാൾ അപ്പുറത്തേക്ക് ജീവിതത്തിലേക്കുള്ള A+ കിട്ടാൻ പറ്റാവുന്ന രീതിയിലേക്ക് നിങ്ങളതിന് പ്രാപ്തരായിട്ടുണ്ടോ എന്നുള്ളത്. അടുത്ത സംസാരിക്കുന്നത് മനോജ് മാസ്റ്ററാണ്. മനോജ് മാസ്റ്റർ കുറേ പേരൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. ഈ കഴിഞ്ഞ മെയ് 31 വരെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ജില്ലയിലെ തലവനായിട്ട് ഇരുന്ന് കഴിഞ്ഞ മെയ് 31 റിട്ടയർ ചെയ്ത് അദ്ദേഹത്തെ പറ്റി അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥിയെ കുറച്ചൊക്കെ അറിയാൻ പറ്റുമായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ കുറച്ച് വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. ഞാനിങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ ഈ പ്രതിഭാ കിരീടം ഏറ്റെടുക്കാൻ വന്ന കുഞ്ഞുങ്ങളെ ഇങ്ങനെ നോക്കുകയായിരുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എനിക്കൊരു ചോദ്യമുള്ളത്, ഇതിനകം തന്നെ വിദ്യാലയത്തിൻ്റെ തിരുമുറ്റത്തേക്ക് കാല് കുത്തിയതിന് ശേഷം നിങ്ങൾ എന്തെല്ലാം കഴിവുകൾ നേടിയിട്ടുണ്ട് അല്ലേ? ഭാഷാ ശേഷി നേടി, ശാസ്ത്ര ശേഷി നേടി, സാമൂഹ്യ ശാസ്ത്രശേഷി നേടി, ഗണിത ശേഷി നേടി, കഥാപ്രസംഗങ്ങളിലും കവിതാപ്രസംഗങ്ങളിലും ഒക്കെ പങ്കെടുത്തു. പല പരിപാടികളിലും നിങ്ങൾ പങ്കെടുത്തു. ഈ പരിപാടികളിലെല്ലാം നിങ്ങളെ കൺതുറന്ന് കാണാനും ആശ്ലേഷിക്കാനും സ്നേഹിക്കാനും അഭിമാനം കൊള്ളാനും ആരാണ് ഉണ്ടായിരുന്നത്? വെറും അച്ഛനും അമ്മയും അധ്യാപികയും അധ്യാപകനും മാത്രം. എന്നാൽ നിങ്ങളെ ഇപ്പോൾ നടക്കുതാഴ ബാങ്ക് എന്ന് പറയുന്ന ഒരു ബാങ്ക്, ഇന്നലെയോ അവനെയാന്നോ വടകര മുനിസിപ്പാലിറ്റി അല്ലേ മാഡം? നാളെയല്ലേ? ഇന്ന് MLA ഒക്കെ നിങ്ങളെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. എന്നിട്ട് എന്താണ്, നിങ്ങൾക്ക് പ്രതിഭാ കിരീടം നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഇങ്ങനെ പ്രതിഭാ കിരീടം നിങ്ങളെ ഏൽപ്പിക്കുന്നതോടുകൂടി നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ മുഴുവൻ മക്കളായി മാറുകയാണ്. ശ്രദ്ധിക്കൂ, നിങ്ങൾ ഇനി ആരുടെ മക്കളാണ്? നിങ്ങളെ അച്ഛൻ്റെയോ അമ്മേൻ്റെയോ മാത്രം മക്കളല്ല. നിങ്ങളെങ്ങാൻ വികൃതി കാണിച്ചാൽ ഇനി സങ്കടപ്പെടുന്നത് നിങ്ങളുടെ അച്ഛനും അമ്മയും മാത്രമല്ല. ആരൊക്കെ സങ്കടപ്പെടും? നാട് മുഴുവൻ സങ്കടപ്പെടും. മേഡം പറഞ്ഞല്ലോ ലഹരിയെക്കുറിച്ച്. ആരെങ്കിലും ലഹരിക്ക് അടിമയായാൽ സങ്കടപ്പെടുന്നത് ഇനി അച്ഛനും അമ്മയും മാത്രമായിരിക്കില്ല, നമ്മുടെ സമൂഹം മുഴുവൻ നിങ്ങളെ ഓർത്ത് സങ്കടപ്പെടാൻ പോവുകയാണ്. ആരെങ്കിലും വഴിതെറ്റിപ്പോയാൽ നിങ്ങളുടെ അച്ഛനും അമ്മയും മാത്രമല്ല സങ്കടപ്പെടുക, സമൂഹം മുഴുവൻ സങ്കടപ്പെടാൻ പോവുകയാണ്. കാരണം നിങ്ങൾ ഞങ്ങളുടെ പ്രതീക്ഷയും വിളക്കുമാണ്. നിങ്ങളാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഷഹബാസ് എന്ന് പറയുന്ന ഒരു കുഞ്ഞുമോന് ഒരു അക്രമത്തിൻ്റെ ഇരയായി മരിച്ചപ്പോൾ അവൻ്റെ വീട്ടിൽ അവൻ്റെ അച്ഛനോടൊപ്പം കരയാൻ ഞാനും ചെന്നു. കരയുക എന്നല്ലാണ്ട് എന്താ ചെയ്യുക? അവൻ്റെ അച്ഛൻ മാത്രമല്ല കരഞ്ഞത്, സമൂഹത്തിലെ മന്ത്രിമാർ, സാംസ്കാരിക പ്രവർത്തകന്മാർ, പത്രപ്രവർത്തകർ, സകല ജനങ്ങളും ആ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് അച്ഛനോടൊപ്പം കരഞ്ഞു. കാരണം ഷഹബാസ് എന്ന് പറയുന്ന കുഞ്ഞൻ നമ്മുടെ നാടിൻ്റെ കുഞ്ഞായി മാറിയിരുന്നു. അതാണ് പ്രത്യേകത. എന്താണ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ വിജയം എന്ന് പറഞ്ഞാൽ അർത്ഥം? വിജയം എന്ന് പറഞ്ഞാൽ പഠിച്ചു വെക്കണം, പ്രതീക്ഷകൾ സഫലമാകുന്ന അവസ്ഥക്കാണ് വിജയം എന്ന് പറയുന്നത്. പ്രതീക്ഷകൾ സഫലമാകുന്ന അവസ്ഥക്കാണ് വിജയം എന്ന് പറയുന്നത്. ലോകത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും പ്രതീക്ഷയുണ്ട്. ഒരു മരത്തിന് പ്രതീക്ഷയുണ്ട്. എന്താ മരത്തിന് പ്രതീക്ഷ? ചക്കക്ക് എന്താ പ്രതീക്ഷ? ചക്കക്ക് പ്രതീക്ഷ മറ്റുള്ള എല്ലാ മരങ്ങളെയും തോൽപ്പിച്ചുകൊണ്ട്
പടർന്ന് പന്തലിച്ച് ഒരുപാട് ചക്കയുണ്ടായി ആകാശത്തോളം വളരണമെന്നാണ് ആ മരത്തിൻ്റെ ആഗ്രഹം. പോട്ടെ, ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ പ്രതീക്ഷ എന്താണ്? വടകരയിൽ നിന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് യാത്രക്കാരെ കയറ്റി എടോടിയിൽ എത്തിക്കണം, എന്നിട്ട് അദ്ദേഹം തരുന്ന കൂലി വാങ്ങണം. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. അത് പറ്റിയില്ലെങ്കിലോ അദ്ദേഹം പരാജയപ്പെട്ട ഒരു ഡ്രൈവറായി മാറും. ഒരു തെങ്ങുമ്മക്കാരൻ ആളുടെ പ്രതീക്ഷ എന്താണ്? തെങ്ങിൻ്റെ മേലെ എത്തി തേങ്ങ താഴെയിട്ട് താനും താഴെ ഇറങ്ങുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ സഫലമാകുന്നതും അദ്ദേഹം ഒരു നല്ല തെങ്ങുകയറ്റ തൊഴിലാളിയായിട്ട് അറിയപ്പെടുകയും ചെയ്യുന്നത്. അതാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. വിജയം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരിലും എല്ലാ ജന്തുജീവജാലങ്ങളിലും നേച്ചുറലായിട്ടുള്ള ഒരവസ്ഥയാണ്. എന്നാൽ നിങ്ങളുടെ പ്രതിഭാപട്ടം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇടയ്ക്കൊന്നും അല്ല. എന്താ കാരണം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാലയ തിരുമുറ്റങ്ങളിൽ നിന്നാണ് വളർന്നു വരുന്നത്. നിങ്ങൾ വിദ്യാലയങ്ങളിൽ നിന്ന് ആദ്യമായി പഠിച്ചത് നിങ്ങളുടെ നാവറിഞ്ഞ തിരുമധുരം 3 അക്ഷരമാണ്. അറിവ് എന്ന അക്ഷരമാണ്. ആ കൂട്ടാണ് അറിവിൻ പ്രകാശമേ നിറയൂ നീ ഞങ്ങൾ തൻ കരളിൽ നിന്നിരുൾ മായട്ടെ. അറിവ് എന്ന് പറയുന്ന ഏറ്റവും ദിവ്യാക്ഷരം, ആ അക്ഷരത്തിൻ്റെ ഉദ്ഘോഷണമാണ് വിദ്യാലയത്തിൻ്റെ തിരുമുറ്റങ്ങളിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്നത്. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ. എൻ്റെ കരളിൽ കുടിയിരിക്കേണ്ടത് സ്വാർത്ഥതയോ അസൂയയോ കുശുമ്പോ അല്ല. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ. എൻ്റെ കരളിൽ വിദ്യാർത്ഥിയായ എൻ്റെ മനസ്സിൽ കുടിയിരിക്കേണ്ടത് വെളിച്ചമാണ്, എൻ്റെ മനസ്സിൽ കുടിയിരിക്കേണ്ടത് അറിവാണ് എന്ന് പഠിപ്പിക്കുന്ന വിദ്യാലയ തിരുമുറ്റങ്ങളിൽ നിന്ന് വളർന്നു വരുന്ന കുഞ്ഞു മനസ്സുകളാണ് നിങ്ങൾ. നിങ്ങളുടെ തലയിലാണ് ഞങ്ങൾ പ്രതിഭാകിരീടം വെച്ചു തരുന്നത്. ബാങ്കും നിങ്ങളുമായിട്ട് എന്താ ബന്ധം? ഒരു ബന്ധവുമില്ല. പക്ഷേ ബാങ്ക് എന്ന് പറയുന്ന ഒരു സമൂഹ സ്ഥാപനം നിങ്ങളെ ഏറ്റെടുക്കുകയാണ്. നിങ്ങളെ കണ്ണും കാതും തുറന്നു വെച്ച് സംരക്ഷിക്കാൻ ഈ സ്ഥാപനം മുന്നോട്ട് വരികയാണ്. നടക്കുന്ന സഹകരണ ബാങ്ക് ഈ രീതിയിൽ എത്തിക്കാനായിട്ടും ഒരു മുഖ്യ പങ്ക് വഹിച്ച ഒരു വ്യക്തി എന്ന നിലയിലും പിന്നെ ബിന്ദു മേഡത്തിൻ്റെ പിന്നെ ശരിക്കും യാത്രയപ്പല്ല ഈ ജൂൺ 30 പിരിയുന്ന അദ്ദേഹത്തെ നടക്കതാഴ ബാങ്കിൻ്റെ പേരിലും പിന്നെ അവരുടെ ഇനിയുള്ള ജീവിതം നല്ല സുഖകരമായിട്ടെ എന്നൊരു ആശംസയോടുകൂടി ബിന്ദു മേഡത്തെ ഈ യോഗം സംസാരിക്കാനായിട്ട് ക്ഷണിച്ചുകൊള്ളുകയാണ്. നിങ്ങളെല്ലാവരും ഇന്നത്തെ പ്രതിഭകളാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇന്നത്തെ പ്രതിഭകൾ മാത്രമാവാൻ പാടില്ല. നേരത്തെ ഇവർ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ പ്രതിഭാ പട്ടം വരും കാലങ്ങളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇനിയും നല്ല പ്രതിഭാശാലികളായി തന്നെ വളരണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇനിയും നല്ല പുരസ്കാരങ്ങളും സമ്മാനങ്ങളും നേടിയെടുക്കുമെന്ന് മനസ്സിൽ ഉറപ്പിക്കാനുള്ള ഒരു സന്ദർഭം കൂടിയായിട്ട് ഇത് നിങ്ങൾ കാണണം. പിന്നെ ഇവിടെ ഇപ്പം നേരത്തെ നമ്മുടെ അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നടക്കുതാഴ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ആഭിമുഖ്യത്തിലാണ് നിങ്ങൾക്ക് ഈ പ്രതിഭാ പുരസ്കാരങ്ങൾ ഇന്ന് നൽകുന്നത്. വടകര താലൂക്കിലെ അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ തന്നെ സഹകരണ സ്ഥാപനങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ട് അത് ബാങ്കിങ് രംഗത്തായാലും, അതായത് വായ്പ നൽകുന്ന അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന ഇടപാടുകൾ നടത്തുന്ന ഒരു പ്രവർത്തനത്തിലുപരി വളരെ നല്ല രീതിയിലുള്ള മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബാങ്കാണ് നടക്കുതാഴ സർവീസ് സഹകരണ ബാങ്ക്. അത് നിങ്ങൾക്കേവർക്കും അറിയാവുന്നതുമായിരിക്കും. ബാങ്കിൻ്റെ കീഴിൽ നീതി മെഡിക്കൽ ലാബ് പ്രവർത്തിക്കുന്നുണ്ട്, ധാരാളം മെഡിക്കൽ സ്റ്റോറുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെയും എല്ലാം ഉപരിയായിട്ട് കാർഷിക രംഗത്താണെങ്കിൽ ഒരു ഹൈടെക് ഫാം മണിയൂരിൽ ബാങ്കിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ വേറൊന്നും കൂടി മനസ്സിലാക്കേണ്ടത്, ഈ ബാങ്കിനെ ഈ വളർച്ചയിലേക്ക് എത്തിക്കുന്നതിൽ ബാങ്കിൻ്റെ ഇടപാടുകാരായ നിങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് വളർന്നു വരുന്ന നമ്മുടെ തലമുറയ്ക്ക് ഒരു പ്രചോദനം നൽകുക എന്നുള്ള രീതിയിൽ ഇടപാടുകാരായ നിങ്ങളുടെ മക്കളെ
ഒരു പ്രതിഭകൾ അവരുടെ കഴിവുകൾ കണ്ടറിഞ്ഞ് അവർക്കൊരു പുരസ്കാരം നൽകുന്നതിന് ബാങ്ക് തീരുമാനിച്ചിട്ടുള്ളത്. വർഷങ്ങളായി ബാങ്ക് ഇത്തരം പ്രവർത്തനം നടത്തിക്കൊണ്ടു പോകുന്നുണ്ട്. ഇന്നിവിടെ എത്തിച്ചേർന്നതിൽ നമ്മൾ പറയുമ്പം LSS USS സ്കോളർഷിപ്പുകൾ നേടിയ കൊച്ചു കുട്ടികൾ മുതൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് +2കാരാണെന്ന് തോന്നുന്നു. +2 ഫുൾ A+ കിട്ടിയ കുട്ടികൾ വരെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ ഈ സഹകരണ സ്ഥാപനം, നിങ്ങൾക്ക് പുരസ്കാരം നൽകുന്ന ഈ സ്ഥാപനം ഏതാണ്, എന്താണ് അതിൻ്റെ പ്രവർത്തനമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നൊരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട്. കാരണം എല്ലാ വർഷവും ഞങ്ങൾ നവംബർ മാസത്തിൽ സഹകരണ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ പിന്നെ ക്വിസ് പ്രബന്ധ മത്സരം, പ്രസംഗ മത്സരമൊക്കെ നടത്താറുണ്ട്. അതിന് ഞങ്ങൾ സ്കൂളിലേക്ക് കത്തുകൾ അയച്ചിട്ട് കുട്ടികൾ പങ്കെടുക്കും. അങ്ങനെ വരുന്ന കുട്ടികൾക്ക് ഈ സഹകരണ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള അതുമായി ബന്ധപ്പെട്ട വിഷയമാണ് സാധാരണഗതിയിൽ കൊടുക്കാറ്. അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് സംസാരിക്കാനും എഴുതാനും പറ്റുന്ന കുട്ടികൾ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബാങ്കിനോട് ഒരു അഭ്യർത്ഥന കൂടെയുണ്ട്. അടുത്ത വർഷം ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടത്തുന്ന സമയത്ത് നിങ്ങളെ ബാങ്കിലെ തന്നെയുള്ള ജീവനക്കാരോ ഭരണസമിതി അംഗങ്ങളോ ആരെങ്കിലും ഇത്തരം നിങ്ങളുടെ ബാങ്കിൻ്റെ പ്രവർത്തനത്തിനെക്കുറിച്ചും സഹകരണ മേഖലയുടെ പ്രവർത്തനത്തിനെക്കുറിച്ചും ഈ കുട്ടികൾക്ക് ചെറിയൊരു വിശദീകരണം അല്ലെങ്കിൽ ചെറിയൊരു പ്രഭാഷണം നടത്തുന്നത് വളരെ ഉചിതമായിരിക്കും. അത് ബാങ്കിൻ്റെ തന്നെ പ്രവർത്തനത്തിന് വളരെ സഹായകരമായിരിക്കുമെന്ന് കൂടി ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ നേരത്തെ കുട്ടികളോട് ഇവിടെ കൂടുതൽ ഉപദേശങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പം നിങ്ങൾക്കറിയാം 10ാം ക്ലാസ് കഴിയുന്നവരും +2 കഴിയുന്നവരും നിങ്ങളെ രക്ഷിതാക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. രക്ഷിതാക്കളോട് കുറേ കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടും ഉണ്ടാവും, നിങ്ങൾക്ക് +2 കഴിഞ്ഞാൽ ഞാനൊരു ഫോൺ വാങ്ങിത്തരും. പിന്നെ +2 കഴിഞ്ഞ SLC കഴിഞ്ഞവരാണെങ്കിൽ പറയും ഫോൺ വാങ്ങിത്തരുമെന്ന്, മറ്റവരോട് പറയും ബൈക്ക് വാങ്ങിക്കൊടുക്കണമെന്ന്. എല്ലാം ആവശ്യങ്ങളാണ്. പക്ഷേ നമ്മൾ രക്ഷിതാക്കൾ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കാണേണ്ടത് ഇവർക്ക് യഥാർത്ഥത്തിൽ എന്താണ് ആവശ്യം. ഒരു ബൈക്ക് വേണോ? വീടിൻ്റെ തൊട്ട് മുന്നിൽ നിന്ന് ബസ് കയറി പോകാൻ പറ്റുന്ന ഒരു കുട്ടി അങ്ങനെ തന്നെ ബസ്സിൽ പോകണം കുറച്ച് കാലമെങ്കിലും. എന്നിരുന്നാൽ മാത്രമേ ബസ്സിൽ പോകുന്ന ആ യാത്രയുടെ ബുദ്ധിമുട്ടും കുറച്ച് കഴിയുമ്പോൾ ആ യാത്ര എന്താകും, സുഖകരമായി അവൻ ആസ്വദിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ അവൾ ആസ്വദിക്കാൻ തുടങ്ങും. അതിലോടൊപ്പം തന്നെ നമ്മൾ ആളുകളുമായി പരിചയപ്പെടാൻ തുടങ്ങും. എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകളെന്ന് അവർക്ക് മനസ്സിലാക്കാൻ തോന്നും. ഒരു പ്രബന്ധമോ ഒരു കഥയോ എഴുതണമെങ്കിൽ അതിനുള്ള കഴിവ് കൂടി ഇത്തരം യാത്രകളിലൂടെ അവർക്ക് സ്വായത്തമാക്കാൻ സാധിക്കും. അപ്പം യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു കുട്ടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനമായ ഘടകം വീട്ടിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ തന്നെയാണ്. നമ്മുടെ തിരക്കിനിടയിൽ ഒരു ഫോണ് ഇപ്പം നമ്മൾ കാണുന്ന അങ്ങനെ ചെറിയ കുട്ടിയായിരിക്കുമ്പം തന്നെ ഭക്ഷണം കഴിക്കണമെങ്കിൽ അവൻ്റെ കയ്യിലേക്ക് ഒരു ഫോൺ അങ്ങ് വെച്ച് കൊടുക്കും. ആ തരം സംസ്കാരത്തിൽ നിന്ന് നമ്മൾ മാറേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാണ് രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്. അടുത്തത് ഉപഹാര സമർപ്പണമാണ്. കുട്ടികൾക്ക് ഉപഹാരം കൊടുക്കുന്നതിന് മുമ്പേ ബിന്ദു മേഡം ഒരു ഉപഹാരം കൊടുക്കും. ആദ്യം ചെയർപേഴ്സൺ കുറച്ച് കുട്ടികൾക്ക് സമ്മാനം കൊടുക്കും. ആദ്യം LSS USS SSLC +2 എന്നീ വിഭാഗത്തിലുള്ള ഓരോ കുട്ടികളെയായിരിക്കും ആദ്യം തന്നെ വിളിക്കുക. അവർ എത്രയും പെട്ടെന്ന് മുമ്പോട്ടേക്ക് വരേണ്ടതാണ്. LSS വിഭാഗത്തിലെ ഉന്നത വിജയായ ആദിദേവ് P, USS വിഭാഗത്തിലെ ഉന്നത വിജയായ അഥർവ് RJ, SSLC ഫുൾ A+, നിദാൻ SK, +2 വിഭാഗം ഫുൾ A+, സൂര്യ ജിദേവ്. ഇനി LSS ക്രമത്തിൽ ആണ് വിളിക്കുക. നികാലക്ഷ്മി CM,
നജ ഫാത്തിമ, അൻവിത രാജേഷ്, മിസാൻ റഹ്മാൻ, ഋത്തിക് ദേവ് സി കെ, സായുഷ് എം എസ്, ശിവാനി വിജേഷ്. ഈ പേര് വായിക്കുന്ന ആൾ ഈ മൈക്കിൻ്റെ അടുത്ത് വന്ന് നിന്നാൽ മതി, ഓരോരുത്തരായിട്ട്. അഷ്നി വി, ലക്ഷ്മിൻ ജെ അമിത്, ഐബൽ റാവ് എസ് ആർ, നിനവ് ടി, രുദ്രാക്ഷ്, തൻവിക ടി എൻ, ശ്രീഹരി എം പി, മിലൻ ജൂഹി, ദയാൽ കൃഷ്ണ, നൈനിക് എസ് ബാൽ, അൻബിൻ ദേവ് ബി, ദയാൻ ദേവ് ആർ, മൽഹാര വി എസ്, ധ്യാൻ ദേവ് എസ്, മിലൻ ദേവ് ഇ, അലൻദേവ് വി, അൻവിൻ ആർ ജെ, അശ്വത് പി എം, ലിയാൻ ലിനീഷ്, മിഴി എസ് ദിനേശ്, ശിവതേജ് എസ്, നിവിൻ കൃഷ്ണ ബി, അൻഹ പാർവതി ജെ ആർ,
ധ്രുവൻ പി എൻ. അടുത്തത് USS കുട്ടികളെയാണ് വിളിക്കുക. അനുമോദനം നൽകുന്നതിനായി അടുത്തായി ബിന്ദു മേഡത്തെ, യൂണിറ്റ് ഇൻസ്പെക്ടർ ബിന്ദു മേഡത്തെ ക്ഷണിക്കുകയാണ്. ദിയ PS, അർച്ചന A, ആയിഷ റിംന PTK, അനന്ത A, നിയ ലക്ഷ്മി KP, അഭിനവ് KP, ദിയാലക്ഷ്മി R, ദേവിക K, ആദിത്യൻ SS, ശ്രീദേവ് CK, തീർത്ഥ VK, അഹൽദേവ് P, നക്ഷത്ര KK, കാർത്തിക് PP, നിള G രഞ്ജിത്ത്, അദർവ് RJ, സോറി, സനിക K, സനിക K, ആത്മീയ മകേഷ്, ശ്രീരാഗ് S, അബിൻ S ശങ്കർ, അടുത്തായി അനുമോദനം നൽകുന്നതായി വൈസ് പ്രസിഡന്റിനെ ക്ഷണിക്കുകയാണ്. ആൻമിയ VM, അലൻദേവ് AM, ഋതുദേവ് ഒദയോത്ത്, ശ്രീഹരി MB, സച്ചിദ് D, നിദാൽ S നിതിൻ, ആർണവ് PP, അഞ്ചൽ K, NS പാർത്ഥസാരഥി, അനുനന്ദ് C,
മുഹമ്മദ് സലൂജ്, അനയ് കൃഷ്ണ, ജീവനേതാ പി, ആൻമിയ ബിജു ഓക്കെ, ആദിദേവ് എം സി, അനീത കമാൽ, ശാന്തിപ്രിയ എം കെ, അക്ഷര ബി എസ്, ഷാൻചന്ദ് എസ്, ശ്രീനന്ദന എസ്, അടുത്തായി അനുമോദനം നൽകുന്നതിനായി പ്രസിഡന്റിനെ ക്ഷണിക്കുകയാണ്. ഹരിവൃന്ദ പി, നിയ വി കെ, ശിവദ് എസ് കൃഷ്ണ, മുഹമ്മദ് ഷാമിൽ കെ വി പി, മുഹമ്മദ് മിഷാൽ എച്ച് ജെ, ആലിഷ് ബഷീർ, ശിവഗംഗ കെ എം, മീനാക്ഷി വി പി, അനുനന്ദ എസ്, യാഹുൽ ക്ഷത്രിയ ബി, അടുത്തതായി SSLC ഫുൾ A+ വിഭാഗത്തിലാണ്. വേദിക എസ്, നിലോഫർ ബിന്ദ് ശ്രീയ, വിഷ്ണുനന്ദ കെ, നിദാൻ എസ് കെ, അഞ്ജിത് പ്രകാശ്, ശ്രേയ അനിൽകുമാർ, അടുത്തതായി ഡയറക്ടർ ജയപ്രകാശ് മാസ്റ്റർ ഉപഹാരം നൽകുന്നതായിരിക്കും. തൃഷിൻ ഗോപു SR, അംന ഫാത്തിമ ടി, അനന്തു കൃഷ്ണ R, ആഷിക എസ് ദിവ്യ, നിരഞ്ജന KM, ദേവാനന്ദ് S ശിവ,
അനിരുദ്ധ് എസ്, അദീത എസ്, കർണിക സി പി, ദേവജിത്ത് എം എം, കീർത്തന വി കെ, സാഹേൽ സി സക്കറിയ, അടുത്ത നമ്മുടെ ഡയറക്ടർ സുരേഷ് ഏട്ടൻ ഉപഹാരം നൽകുന്നതായിരിക്കും. ശിവന്യ ഷനോജ്, ദേവനന്ദ ഡി കെ, ശ്രീരുദ്ര എസ് ഡി, ശ്രീനന്ദ എസ് മനോജ്, തേജസ്വിത പി എം, സാരംഗി കെ എം, അടുത്തായി നമ്മുടെ ഡയറക്ടർ മോഹൻ സാറ് ഉപഹാരം നൽകുന്നതായിരിക്കും. ആൻവിയ പി, അലൻ എസ്, സാനിയ എം, ശ്രീരോമിക് അജിത്ത്. അടുത്ത നമ്മുടെ ഡയറക്ടർ ധനഞ്ജയേട്ടൻ ഉപഹാരം നൽകുന്നതായിരിക്കും. ഋതുശ്രീ എസ് വിനോദ്, തനൂജ് ആർ, ആരാധന സന്തോഷ്, തൻഹ മറിയം, ആരുഷ് കെ, അടുത്തതായി നമ്മുടെ ഡയറക്ടർ ശ്രീമതി റീന ജയരാജ് ഉപഹാരം നൽകുന്നതായിരിക്കും. ആൻമിക കെ, അനാമിക കെ, ആഷ്മിയ എസ്, ഷാരോൺ എ പി, പാർവണ പറമ്പത്ത്, അടുത്ത നമ്മുടെ ഡയറക്ടർ ഹരിദാസൻ സാർ ഉപഹാരം നൽകുന്നതായിരിക്കും. പാർവണ പറമ്പത്ത്,
വേദാലക്ഷ്മി പി. ദ്വാരക് കാർത്തിക്. ആദിശ്രീ പി എം. അടുത്ത നമ്മുടെ ഡയറക്ടർ ജിതേഷ് മാസ്റ്റർ ഉപഹാരം നൽകുന്നതായിരിക്കും. നിവേദ് കൃഷ്ണ വി പി. മേഘന ജെ ജെ. അടുത്ത നമ്മുടെ ബാങ്കിൻ്റെ സെക്രട്ടറി ഉപഹാരം നൽകുന്നതായിരിക്കും. മേഘന ജെ ജെ. ആരോമൽ പി കെ. നിവേദ് കെ. ദേവകൃഷ്ണ സി പി. നിവേദ എച്ച്. ദ്രൗപദ് ദയാൽ ജെ ആർ. ആരുഷ് ദിനേശ്. അടുത്ത നമ്മുടെ ബാങ്കിൻ്റെ ഡയറക്ടർ സുസ്മിത മാഡം ഉപഹാരം നൽകുന്നതായിരിക്കും. ദിയ എസ് ബിജു. ദിയാന കെ എം. അടുത്ത +2 വിഭാഗത്തിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളാണ്. നന്ദന സുനിൽ. അടുത്ത നമ്മുടെ ഡയറക്ടർ റീന മാഡം ഉപഹാരം നൽകുന്നതായിരിക്കും. വിസ്മയ എസ്. നവനീത് എസ്. ആവണി എസ്. പുണ്യ പ്രദീപ്. നിയ വി പി. നിദ ഫാത്തിമ എൻ. അഞ്ജന എം സി. നമ്മുടെ ബാങ്കിൻ്റെ ഡയറക്ടർ മുഹമ്മദ് അലി സർ ഉപഹാരം നൽകുന്നതായിരിക്കും. മയൂക ആർ. അഭിനവ് പി കെ. ആര്യനന്ദ എം. ഇഷാങ്ക്. പ്രിയപ്പെട്ടവരെ, SLC വിഭാഗത്തിലെ 2 പേര് വിട്ടുപോയിട്ടുണ്ട്, അതുകൂടി വായിക്കാം. ഹന ഫാത്തിമ, ഋതുവർണ. അടുത്ത നമ്മുടെ ബാങ്കിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറി
TM ഷൈജു ഉപഹാരം നൽകുന്നതായിരിക്കും. ഒരറിയിപ്പുണ്ട്, ഇവിടെ എടുത്ത ഫോട്ടോസൊക്കെ ഈ വാട്സപ്പ് ലിങ്ക് വഴി ഓരോരുത്തർക്കും അയച്ചു തരുന്നതായിരിക്കും. വിട്ടുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വേദിയിലേക്കൊന്ന് വരേണ്ടതാണ്. ഇവിടെ പേര് വായിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ല വായിച്ചിട്ട് വേദിയിലേക്ക് വരാൻ വിട്ടുപോയ ആളെങ്കിലും